കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്നേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വർഷ ശ്രീകാന്തിനെ ഫോൺ വിളിക്കുവാണ്. പെട്ടെന്ന് ശ്രീകാന്ത് കോൾ എടുത്തിട്ട് പറഞ്ഞു, എന്താ എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. വർഷ പറഞ്ഞു, ഓ ഞാൻ കരുതി ഫോൺ വിളിച്ച് കഴിയുമ്പോൾ കോൾ എടുക്കില്ലായിരിക്കുന്നു. അതെന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെയാണല്ലോ, കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ലായിരുന്നല്ലോ. ഓ അങ്ങനെ, ഇനിയിപ്പം ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഇനിയിപ്പം ആ പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനല്ലേ? വേണ്ട, അത് വേണ്ടാന്ന് പറയണം. പിന്നീട് ചൊല്ല, കാര്യം എന്താന്ന് പറ. ഞാൻ വെറുതെ വിളിച്ചാ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വെറുതെ ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചാന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാനും ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറയാം. അല്ല, ഇന്ന് വന്ന് പുതിയ ഓർഡറും തന്നില്ലോ. സാധാരണഗതിയിൽ എന്നും വിളിച്ച എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നല്ലേ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് വർഷ പറഞ്ഞു, അതെ ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് തന്നെ ഞാൻ തന്നെ ലേറ്റ് ആയിട്ടാ ഓഫീസിലേക്ക് വന്നേ. പിന്നീട് കുറെ തിരക്കായിപ്പോയി, അതുകൊണ്ട് അടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. പക്ഷെ എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നാളെ പോരെ, ഞാൻ പുതിയ മെനു ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കാന്ന് പറയാം. ശരി, അന്ന് ഞാൻ വെക്കട്ടെ, വർഷ പൊയ്ക്കോളാൻ പറയാണ്. പെട്ടെന്ന് വർഷ പറഞ്ഞു, അതെ വെക്കാൻ വരട്ടെ, എന്താ കാര്യം? പെട്ടെന്ന് വർഷം എന്ത് ചെയ്യണം, ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു. അതെ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ ചെവി വെച്ചിട്ടുണ്ട്. അതിന് അല്ല, ശ്രീകാന്തിന് കാര്യം ചെയ്യാം, ശ്രീകാന്ത് ഇയർഫോൺ എടുത്ത് വെച്ചു. അല്ല, വീട്ടിലേക്ക് പോവാ, അനിയിപ്പോൾ എന്താ, അനിയിപ്പോൾ എന്തിനാ ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത്? ഞാൻ കോള് കട്ട് ചെയ്യാൻ പോവാന്ന് പറയാം. വേണ്ട വേണ്ട, കോള് കട്ട് ചെയ്യണ്ട, നമുക്ക് സംസാരിച്ചോണ്ട് പോവാന്ന് പറയാം. സംസാരിച്ചോണ്ട് പോവാനേ? അതൊന്നും ശരിയാകത്തില്ല, പോലീസ് അങ്ങനെ പിടിച്ചാലോ? പോലീസ് ഒന്നും പിടിക്കാനൊന്നും പോകുന്നില്ല, ഇയർഫോൺ ചെവി വെച്ച് സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി, ഇതൊരു പണിഷ്മെന്റ് ആയെന്ന് കൂട്ടിക്കോ. ഇത്ര 2 ദിവസം തന്നെ വിളിക്കാതിരുന്നല്ലേന്ന് പറയാം. ശരിയെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചോണ്ട് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിക്കുമ്പോൾ വർഷ പറഞ്ഞു, ഇത് ഞാൻ വീട്ടിലെത്തിന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഞാനും എത്തി. എന്നാ ശരി, നമുക്ക് നാളെ കാണാന്ന് പറയണം. വർഷ പറഞ്ഞു, വേണ്ട വേണ്ട, വെക്കണ്ട, ഫോൺ വെക്കണ്ടെന്ന് പറയണം. അതെന്താ? വർഷയ്ക്ക് പോയി ഫ്രഷ് ആവണ്ടേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോണ്ട് അതൊക്കെ ചെയ്തോളാന്ന് പറയണം. അങ്ങനെ വർഷ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വർഷയുടെ അമ്മയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വർഷ മൈൻഡ് ചെയ്തില്ല. ആ കവളത്തൊന്നും തട്ടിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് അവരോട്, ഇവൾക്ക് ഇത് എന്ത് പറ്റി? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, ഇവിടെ ആരോട് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് പോകുന്നേ, ആരോടാന്ന് പോലും മഹിമയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അകത്ത് കയറി പോയിട്ട് സംസാരം തുടരുവാണ്. അങ്ങനെ കുറെ സമയമായി സംസാരിച്ച്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം മഹിമ മധുസൂദനിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴും വർഷ ഇറങ്ങി വന്നിട്ടില്ല, കഴിക്കാനായിട്ട് പോലും വന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ശ്രീകാന്ത് കണ്ടിന്യൂസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. വർഷ പറഞ്ഞതേ വിശേഷങ്ങളൊക്കെ പറയാ എന്ന് പറയാണ്. ഇനിയിപ്പോ എന്ത് വിശേഷങ്ങള്, ഒരുമാതിരിപ്പെട്ട എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തീർന്നു പറയാം. അതെ, സ്കൂൾ ലൈഫ് വരെ പറഞ്ഞിട്ടുള്ളൂ, ഇനി കോളേജ് ലൈഫ് കിടക്കുവാന്ന് പറയണം. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരുന്നു ശ്രീകാന്ത് പറയണം. അതും കൂടെ പറ, എന്നല്ലേ കേൾക്കാൻ രസമുള്ളെന്ന് പറയണം. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വർഷ എന്ത് ചെയ്യണം, താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം അമ്മ അച്ഛന് ഫുഡ് കഴിക്കുന്നുണ്ട്. വർഷ ഒരു പ്ലേറ്റിനകത്ത് തനിക്ക് കഴിയാനുള്ള ഫുഡ് കൊടുത്തോണ്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയം മഹിമച്ച്, നീ എങ്ങോട്ടാ പോണേ? ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയണം. വേണ്ടവൻ ഞാൻ മുറിയിൽ പോയിരുന്ന് കഴിച്ചോളാം. ഇതെന്താ പുതിയ പുതിയ ശീലങ്ങളൊക്കെ? ഇത്രയും നാൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതൊക്കെ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീകാന്ത്. അമ്മേ അങ്ങനെയൊന്നും ഇല്ല, എവിടെ ഇരുന്ന് കഴിച്ചാലെന്താ, ഫുഡ് വയറ്റി ചെന്നാൽ പോരെന്ന് ചോദിക്കുകയാണ്. ഈ സമയം മധുസൂദനൻ പറഞ്ഞു, അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് അവൾ ഇരുന്ന് കഴിക്കട്ടെ, നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് വർഷം അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം മധുസൂദനോട് മഹിമ പറഞ്ഞു, നോക്കിയേ അവൾ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിനക്കറിയാവോ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കണേന്ന്? എനിക്കറിയത്തില്ല, ചിലപ്പോൾ അവളുടെ വല്ല ഫ്രണ്ടും ആയിരിക്കും, നീ അന്ന് കാര്യമാക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ വീണ്ടും ഫുഡ് എടുത്തോണ്ട് മുറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു, ഇപ്പോഴാണ് വർഷ കഴിക്കണേന്ന് ചോദിക്കാം. അതെ, ഇത്ര ലേറ്റ് ആയിട്ടോ? അതിനെന്താ കുഴപ്പം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണം ഞാൻ കഴിക്കുമെന്ന് പറയണം. എന്നാൽ ശരി കഴിച്ചോ, ഞാൻ പിന്നെ സംസാരിക്കാന്ന് വേണം. അത് വേണ്ട, അങ്ങനെ വെക്കണ്ടെന്ന് പറയണം. പിന്നെ അവരങ്ങ് കണ്ടിന്യൂസ് സംസാരം തുടങ്ങുക. ഈ സമയത്ത് മഹിമ പോയി കിടന്നുറങ്ങി. പക്ഷെ മധുസൂദന്റെ കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ ആരോടായിരിക്കും വർഷ സംസാരിച്ചുകൊണ്ടിരിക്കണേ? പിന്നീട് വർഷ എന്ത് ചെയ്യണം, മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തോട് വന്നോടെ സംസാരിക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോൾ മധുസൂദനൻ വന്ന് നോക്കുമ്പോൾ വർഷ സംസാരം നിർത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല. പാതിരാത്രി സമയമായി. മധുസൂദൻ ആകെപ്പാടെ അസ്വസ്ഥ. ഈ സമയം വർഷ പറഞ്ഞതേ, ഒരു കാര്യം ചെയ്യേ, ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ കട്ട് ചെയ്യാന്ന് പറയണം. വേണ്ട വേണ്ട, കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ എന്തിനാ ഫോൺ പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് മുറിയിലേക്ക് അവിടെ കയറി പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മധുസൂദൻ വന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടത് മധുസൂദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഫോൺ അവിടെ വെച്ചിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹിമ എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങളിത് എവിടെ പോയതാ, ഇതെന്താ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുവാണ്.
ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാ. നിങ്ങളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിങ്ങളെ മോൾ ആരെയാന്ന് വിളിച്ച് സംസാരിക്കുന്ന അറിയാമെന്ന് ചോദിക്കുവാണ്. ഇതേട്ട് മഹിമ ചോദിച്ചു, അതെങ്ങനെ എനിക്കിപ്പോൾ അറിയാൻ പറ്റും? അവനോട് ആ രവീന്ദ്രന്റെ മോനില്ലേ അവനുമായിട്ടാ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടതും മഹിമയ്ക്ക് നല്ല ദേഷ്യമേ. ആഹാ അങ്ങനെയാണോ, അന്ന് എന്നെ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ്. പെട്ടെന്ന് മധുസൂദൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇപ്പൊ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. അത് നമുക്ക് നയത്തെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനിട്ട് കൊടുക്കാനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ രണ്ടിലൊന്നും തീരുമാനിച്ചെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്ത് രവീന്ദ്രൻ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. ചന്ദ്രമതിയെ കണ്ടത് രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോന്ന് ചോദിക്കും. എന്താ എനിക്ക് നേരത്തെ എഴുന്നേക്കാൻ പാടില്ലേ? അല്ല എല്ലാ ദിവസവും നീ ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചെന്നുള്ളെന്ന് പറയണം. ഈ സമയം രേവതി ചായ ആയിട്ട് വന്നു. രേവതി ചായ ഒരെണ്ണം അച്ഛനും കൊടുത്തു, ഒരെണ്ണം അമ്മയ്ക്കും കൊടുക്കുകയാണ്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി എഴുന്നേറ്റില്ലേ മോളേന്ന് ചോദിക്കണം. ഇല്ല വന്നില്ല എന്ന് പറയണം. സച്ചിയേട്ടൻ വന്നില്ലേ? അതെന്താ? അല്ല ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഓട്ടം ഉണ്ട്, അതുകൊണ്ട് വരത്തില്ലാന്ന്. ഉറങ്ങിക്കോളാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ വരത്തുള്ളൂ എന്ന് പറയും. ഓ ശരിയാ. ആ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് അവിടെ വന്ന് നിൽക്കുന്നത്. അതിനകത്ത് 2 പോലീസുകാർ ഇങ്ങോട്ട് ഇറങ്ങി കയറി വരുവാണ്. ഇത് കണ്ടതും ചന്ദ്രമതി ഇതേ നിങ്ങളെ മോൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇതേ പോലീസുകാർ വീണ്ടും അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ ശരിയാണല്ലോ, ഇനിയിപ്പോ അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പെടുന്ന പോലീസുകാരനും കൂടെ കയറി വരുവാണ്. ഈ സമയം ചന്ദ്രമതി ചോദിച്ചു, അല്ല സച്ചിനെ അന്വേഷിച്ച് വന്നായിരിക്കും അല്ല സാറിന് ചോദിക്കുവാണ്. ഇത് കേട്ടോ, അല്ല സച്ചിനെ അന്വേഷിച്ചല്ല വന്നത്, ഞങ്ങള് സുധീനെ അന്വേഷിച്ച് വന്നാന്ന് പറയണം. ഈ സുധീന്ദ്രൻ ആരാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി ഞെട്ടി. സുധീനെ അന്വേഷിച്ച് വന്നാണ്. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. ശ്രുതി ആ സമയത്താണ് എഴുന്നേറ്റ് വരുന്നത് തന്നെ. പെട്ടെന്ന് സുധീനെ അന്വേഷിച്ച പോലീസ് വന്നേന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയിലൊരു അമ്പരപ്പുണ്ടായി. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, മോളെ സുധീനെ അന്വേഷിച്ച് വന്നാന്ന് പറയണം. ശരിയമ്മ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ വിളിക്കാൻ ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം രവീന്ദ്രനോട് ചോദിച്ചു, അല്ല സാറിന്റെ വീടാണോ ഇതെന്ന് ചോദിക്കണം. അതെ എന്റെ വീടാ. എന്നെ മനസ്സിലായോ? ഒന്ന് സാർ ആ ബൈക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പം അന്വേഷിക്കാനായിട്ട് ഞാനായിരുന്നു വന്നേ. എൻ്റെ അടുത്ത് വന്നാൽ സാറ് കംപ്ലൈന്റ് തന്നെയെന്ന് പറയാം. ഓ മനസ്സിലായി. കാരണം സച്ചിയുടെ ബൈക്ക് മോഷണം പോയ സമയത്ത് അന്ന് രവീന്ദ്രന് അവിടെ ചെന്നപ്പോൾ ആ പോലീസുകാരനായിരുന്നു ഉണ്ടായിരുന്നേ. ഇപ്പം മനസ്സിലായെന്ന് പറയാം. അല്ല എന്ത് പറ്റി, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ്. പ്രശ്നമൊന്നുമില്ല സാറെന്ന് പറയണം. ഈ സമയത്താണ് സുധി അങ്ങോട്ട് വരുന്നത്. സുധി വന്നിട്ട്, സാർ ഞാനാ സുധീന്ദ്രൻ, എന്താ സാറെന്ന് ചോദിക്കുകയാണ്. അല്ല എന്ത് പെട്ടെന്ന് ടെൻഷനായിപ്പോയി ചന്ദ്രമതിക്ക്. ഇതുവരെയായിട്ടും സുധി അങ്ങനെ ഒരു പ്രശ്നങ്ങളും ചെന്ന് ഇടപെടാത്തവനാന്ന് ഒരു മതിപ്പുണ്ടായിരുന്നു ചന്ദ്രമതിക്ക്. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, എന്താ സാർ പ്രശ്നം? എന്തേലും വല്ല പ്രശ്നം എന്തേലും ഉണ്ടോ? കുഴപ്പത്തിലൊന്നും വല്ല എന്റെ മോൻ പോയി ചാടിയോന്ന് ചോദിക്കുക. പോലീസുകാരൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾ വന്നേ, ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സുധീന്ദ്രൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നെന്ന് പറയണം. എന്ത് കംപ്ലൈന്റ്? അല്ല നീലിമ എന്ന് പറയുന്ന ഒരു പെണ്ണ് പൈസയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതാന്ന് പറയണം. ഓ മനസ്സിലായെന്ന് പറയണം. അപ്പോഴാണ് സുധിക്ക് ശരിക്കും ശ്വാസം വീണേ. ഓ താൻ വിചാരിച്ച് വേറെന്തെങ്കിലും കേസായിരിക്കുന്നു. പിന്നീട് സുധിയോട് ചോദിച്ചു, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാവോ? ആ നീലിമയുടെ ആൾക്കാരെ വല്ലതും അറിയാവോ? അവൾക്ക് ആരൊക്കെ ബന്ധുക്കാരുണ്ട്, അങ്ങനെ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കാം. ഇല്ല സാർ അങ്ങനെയൊന്നും അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയം ഉണ്ടായിരുന്നു? ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ട പൈസയാ. ആ തുകയും കൊണ്ടാ പോയത്, PF കൊണ്ടാ പോയത്. 50 ലക്ഷം രൂപയും കൊണ്ട് അവള് മുങ്ങിയെന്ന് പറയാണ്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സാർ, അധികം വൈകാതെ തന്നെ അവളെ പിടികൂടാൻ പറ്റുമെന്നാ പോലീസുകാർ പറയാണ്. ഈ സമയം ശ്രുതി പതുക്കെ ചോദിച്ചു, ആ മറ്റേ പെണ്ണിന്റെ കാര്യമാണെന്ന് ചോദിക്കും. അതേന്ന് പറയാണ്. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി എന്ത് ചെയ്യണം, ശ്രുതി എഴുന്നേറ്റ് ശ്രുതിക്കുള്ള ചായയും കൂടെ ആയിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് രേവതിനെ കണ്ടിച്ചപ്പം പോലീസുകാർ ചോദിച്ചു, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ മരുമകളാന്ന് പറയാണ്. ഇത് കേട്ടത് ആ പോലീസുകാരൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ബൈക്ക് മോഷ്ടിച്ച ആളാ, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് ചോദിക്കുക. പെട്ടെന്ന് രേവതി ഒന്ന് വെപ്രാളപ്പെട്ടു. ബൈക്ക് മോഷണം എന്താ സാർ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല ഇവരുടെ അനിയനല്ലേ നിങ്ങളുടെ മകന്റെ ബൈക്ക് മോഷ്ടിച്ചേ, അപ്പൊ നിങ്ങൾ കോംപ്രമൈസ് ആയി എന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രനും ചന്ദ്രമതി ശ്രുതി എല്ലാവരും ഞെട്ടി. അവരായിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ടിസ്റ്റ്. ഇതിനെക്കുറിച്ച് ആ വീട്ടിൽ ആർക്കും അറിയത്തില്ലാത്ത കാര്യമായിരുന്നു. ആകെ സച്ചിക്ക് മാത്രം അറിയാവുന്നുണ്ടോ. സച്ചി അത് പറയുകയും ചെയ്തു, ഈ വീട്ടിൽ ആരോടും പറയണ്ട, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്നുള്ളേ. ഈ സമയം രവീന്ദ്രൻ ബൈക്ക് മോഷണ കേസിലെ അതറിയത്തില്ലായിരുന്നു ചോദിക്കുകയാണ്. ഈ സമയം രവീന്ദ്രൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താണെന്നും കൊള്ളാട്ടോ, പക്ഷെ ഇവള് പാവം കേട്ടോ, ഇവളന്ന് കയ്യെ കാലേ വന്ന് പിടിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഇവളുടെ അനിയൻ രക്ഷപ്പെട്ടു പോയത്. എന്താണ് ഇവളുടെ അച്ഛന്റെ പേരിൽ ഞങ്ങൾ കേസൊക്കെ എടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ മോൻ പിന്നെ വന്നിട്ട് പറഞ്ഞു കേസൊന്നും ചാർജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ പറഞ്ഞു വിടുക ചെയ്തതെന്ന് പറയാണ്. എന്നാ ശരി
ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഉടനെ വിവരം അറിയിക്കാന്ന് പറഞ്ഞ് പോലീസുകാരൻ കൂടെ പോവാണ്. ഈ സമയം രേവതിയാണ് വല്ലാത്ത നാണം കെട്ട് തലകുനിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരുടെ മുന്നിൽ വല്ലാതെ അപമാനിക്കപ്പെട്ടിരിക്കുക. രേവതി പെട്ടെന്ന് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി പുറയുന്നു വിളിച്ചു, നീ അവിടെ നിന്നേന്ന് പറയാണ്. പെട്ടെന്ന് രേവതി നിന്നു. അപ്പൊ ഇത്രയും കാലം നീ ഞങ്ങളെല്ലാം പറ്റിക്കുമായിരുന്നില്ലേ? അമ്പടി കള്ളി. അപ്പൊ നീ ആള് കൊള്ളാലോ എന്ന് പറയാണ്. അപ്പൊ നീ ആള് മിടിക്ക് തലക്കേടില്ലല്ലോ. അപ്പൊ ഇത്രയും കാലം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നീ മറച്ചു വെച്ചില്ലേ? അപ്പൊ നിന്റെ അനിയനാണ് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചേ. എന്നിട്ട് യാതൊരു ഉളുപ്പില്ല നീ കൂടെ കയറി വന്നല്ലേന്ന് ചോദിക്കാണ്. നിനക്ക് എങ്ങനെ കഴിയുന്നു? എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് പണത്തിന് മാത്രം ഇച്ചിരി കുറവുള്ളൂ, അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെന്ന്. എന്നിട്ടാണോടി അന്തസ്സും അഭിമാനം ഉണ്ടായിട്ടാണ്ടി നിന്റെ അനിയൻ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചേന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ നിനക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയത്തിക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടായിരിക്കും അല്ലേ? കൊള്ള സംഘത്തിന്റെ ആൾക്കാരാ നിങ്ങളല്ലേന്ന് ചോദിക്കുക. അതിന്റെ കൊള്ള സംഘത്തിന്റെ തലൈവരാരാ? ഇനി നീ ഇപ്പൊ നിന്റെ അമ്മയാണോ അതോ നിന്റെ അനിയനാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ രേവതി ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. അല്ല അപ്പൊ നിന്റെ അനിയൻ ബൈക്ക് മോഷ്ടിച്ചില്ല സച്ചിയുടെ ചോദിക്കും. അല്ല അത് പിന്നെ അമ്മ മോഷ്ടിച്ചാന്ന് പറയണ. ഓഹോ, എന്നിട്ട് നീ ഇപ്പൊ എന്താ പറയണേ? അല്ലമ്മേ അത് അവനൊരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയതോ? എടി ബൈക്ക് മോഷ്ടിക്കുന്നതാണ് അബദ്ധം പറ്റുന്നതെന്ന് ചോദിക്കാം. അല്ലമ്മേ അത് വേറെ ചിലർ അവനെ ഒന്ന് പെടുത്തിയതാന്ന് പറയണം. ഓഹോ, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കണ്ടോ കണ്ടോ, ഇപ്പൊ ഇവളുടെ കള്ളത്തരം എല്ലാം വിളിച്ചു തോന്നട്ടെ. പേരും കളിയവന്, ഇവള് പഠിച്ച കളിയാ. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ഭഗവാനെ, നീ രക്ഷിച്ചു. ഞാനെന്നാ വിവാഹപ്പന്തലിൽ നിന്ന് ഇറങ്ങി പോയത്. അല്ലായിരുന്നെങ്കിൽ എന്തൊരവസ്ഥയായിരുന്നു തീരുന്നേനും. ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് കെട്ടേണ്ട വന്നേനും, അത് ഇവളെ പോലെ ഒരു കള്ളീനെ. രേവതി ആകപ്പാണ് ടെൻഷൻ അടിച്ച് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുവാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി നീ നിർത്ത് മതി, ഞാൻ ചോദിക്കാന്ന് പറയണം. പിന്നെ രേവതിയുടെ അടുത്തൊന്ന് ചോദിച്ചു, ഈ പറയുന്ന കേട്ടൊക്കെ സത്യമാണോ മോളെന്ന് ചോദിക്കാണ്. രേവതി പറഞ്ഞു, അതേ അച്ഛാ. എന്നിട്ട് മോളൻ എന്നോട് ഒരു വാക്ക് പോലും പറയാത്തേന്ന് ചോദിക്കുക. ഇതേടെ ചന്ദ്രമതി പറഞ്ഞു, ഇവള് പറയാനാ കൊള്ളാം. നിന്റെ ആങ്ങള ബൈക്കാ മോഷ്ടിക്കുന്നെങ്കിൽ നീ നിന്റെ അമ്മയ്ക്ക് എന്നാ മോഷ്ടിക്കുന്നേ? പറയാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് ഇത്ര നാളായി. ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ അടിച്ചോണ്ട് പോകുന്ന ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. എന്റെ ഭഗവാനെ, ഒന്നിനും കുടുംബത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത വിത്തുകളാണല്ലോ ഇങ്ങനെയുള്ള ഒരുത്തിനെയാണല്ലോ ഈ കുടുംബത്തിലേക്ക് കയറ്റിക്കൊണ്ട് വന്നേ. എന്താണല്ലോ എന്റെ രവിയേട്ടാ, നിങ്ങളെ കൊണ്ടുവന്ന മുതല് കൊള്ളാം. ഒരു പേരും കള്ളീനെ തന്നെയല്ലേ നിങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നേന്ന് ചോദിക്കാം. ഈ സമയം ചന്ദ്രമതിയോട്, ചന്ദ്രമതി നീ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയണ. ഇനി ഇത് കൂടെ എന്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ടാ? ഇവളുടെ വീട്ടുകാരൻ കാണിച്ച പരിപാടി കണ്ടില്ലേ? എന്നിട്ടോ ഒരു വാക്കെങ്കിലും പറഞ്ഞോ നമ്മളോട്? എന്നിട്ട് ഇത്രയും കാലം ആ കള്ളത്തിന് ഒളിപ്പിച്ചു വെച്ചോണ്ടിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ പോലീസുകാർ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ? എന്നിട്ടോ എന്ത് മാന്യത ഇവളൊക്കെ കളിച്ചത്. നമ്മളെന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും അന്തസ്സും ആഭിജാതി എല്ലാം വെച്ചു വിളമ്പതായിരുന്നല്ലോ. ഇപ്പൊ എന്നാ നിന്റെ വായിക്ക് അത് നാക്കില്ലെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവനൊരു അബദ്ധം പറ്റിയതോ. ഒന്നും മിണ്ടായിരിക്കും അവിടെ. പേരും കള്ളി. ഈ സമയം ശ്രുതിയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുവാണ്. രേവതിക്ക് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി. ശ്രുതി പറഞ്ഞു, എന്റെ അമ്മേ, എന്താണ് എന്റെ ഒരു ഭാഗ്യം തന്നെ, ഒന്ന് ഓർത്ത് നോക്കി, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ളത്. ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എന്റെ മോൻ ഭാഗ്യമുള്ളവനല്ല, അതുകൊണ്ടല്ലേ നിനക്ക് ശ്രുതിനെ പോലെ ഒരു പെൺകുട്ടീനെ കിട്ടിയത്. അല്ലെങ്കിൽ ഇവളെ പോലെ ഒരു ഒരുത്തിയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ദൈവമേ, ഇനി മിക്കവാറും നീയും കൂടെ അകത്ത് പോയി കിടക്കേണ്ട വന്നേനം. ഇവളുടെ വീട്ടുകാരും കൂടി ഓരോ മോഷണങ്ങളൊക്കെ നടത്തിയിട്ട് മിക്കവാറും നിന്നെ കൂടെ കൊണ്ടേ പിടിച്ച് അകത്തിട്ടാലും. ഇപ്പൊ ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്ത് വന്നാലും ഇവളുടെ ഭർത്താവും പോയി തൂങ്ങിക്കൊള്ളൂല്ലോ, അതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഇതേ ചന്ദ്രമതി, നിന്നോട് വെറുതെ ഇരിക്കാതെ ഞാൻ പറഞ്ഞേ. ഓഹോ, അപ്പൊ അവൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനോ കുഴപ്പമില്ല, ഞാൻ പറയുന്നതിനോ കുഴപ്പമില്ലേ? ഇപ്പം മനസ്സിലായല്ലോ. ഇവിടെ ശ്രുതിയാണെങ്കിൽ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞോണ്ട് സച്ചി എന്തൊക്കെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. ഇപ്പൊ എന്താ ഇവളുടെ അനിയൻ എന്താ ചെയ്തേ? ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയി ചെയ്തേ. ശ്രുതി ഈ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛന്റെ പൈസ എടുത്തോണ്ട് പോയത്. പക്ഷെങ്കില് അവൻ ചെയ്തോ? കണ്ടവന്റെ മൈക്ക് മോഷ്ടിക്കുമല്ലേ? ബൈക്കൊന്നും ഇപ്പൊ അറിഞ്ഞു. ഇനിയിപ്പൊ എന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ കേസുണ്ടെന്നൊക്കെ കണ്ടറിയണം. ഇനിയിപ്പൊ ഇവളുടെയൊക്കെ മേല് കേസുണ്ടോന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടാൻ രേവതി കരഞ്ഞോണ്ട് അങ്ങോട്ട് ഓടിപ്പോകണം. രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. പിന്നീട് രേവതി അവിടെ പോയി കരഞ്ഞോണ്ട് നിൽക്കുക. ഈ സമയം രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നു. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ കേൾക്കണേ? നിനക്ക് ഒരു വാക്ക് എന്നോടൊന്ന് പറയാൻ മേലാരും ചോദിക്കും. അല്ല അത് പിന്നെ അച്ഛാ, അത് എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിനക്ക് ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നേനല്ലോ. ഇതിപ്പോ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അല്ല അച്ഛൻ, ഞാൻ എങ്ങനെ പറയണേ? അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാ. അതിനുശേഷം എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ അച്ഛൻ്റെ മരണത്തോടു കൂടി ഞങ്ങൾ ആകെപ്പാടെ ഒളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ആ ചിന്തകളെ മുഴുകിയതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാ പറയാനൊന്നും പറ്റായിരുന്നു എന്ന് പറയണം. പോട്ടെ, ഇനിയിപ്പോൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കുഴപ്പമില്ല, അറിയാലോ. പക്ഷെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ? അവരുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കും. എനിക്കറിയാച്ചാ, എന്നാലും
നിനക്ക് ഒരു വാക്കെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തല കുണിച്ച് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന മോളെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയുടെ കോള് വരുന്നത്. കാരണം ലക്ഷ്മിയമ്മ രാവിലെ എന്നും പതിവ് പോലെ തന്നെ രേവതി വീട്ടിലേക്ക് വിളിക്കുന്ന, ഇന്ന് പക്ഷേ വിളിച്ചില്ല. അപ്പൊ ദേവുവിനോട് പറഞ്ഞു, എന്ത് പറ്റി പോലും അവൾ വിളിക്കാത്തെ? ഓ, അവിടെ തിരക്കായതുകൊണ്ടായിരിക്കും. എന്ത് തിരക്ക്? എന്ത് തിരക്കാണെങ്കിലും അവൾ വിളിക്കുന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയമ്മ വിളിക്കുന്നത്. ലക്ഷ്മിയമ്മ കോള് വിളിച്ച രേവതി വന്ന് ഫോൺ എടുത്തിട്ട്, എന്താമ്മേ, എന്താ വിളിച്ചേന്ന് ചോദിക്കാം. എന്താ മോളുടെ സൗണ്ട് എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ലമ്മേ, എന്തോ കാര്യമുണ്ട്. എന്താ മോള് കരയുമായിരുന്നു ചോദിക്കും. ഒന്നുമില്ല, സത്യം പറ, സച്ചി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലമ്മേ. പിന്നെന്താ, ചന്ദ്രമ ചേച്ചി വഴക്ക് പറഞ്ഞോ? എന്താ മോളെ കാര്യം എന്താന്ന് പറ. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അമ്മേ, എനിക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നേ. ഞാൻ സന്തോഷിക്കാൻ ദൈവത്തിന് പോലും ഇഷ്ടമില്ലാന്ന് തോന്നേ. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഒരു പ്രശ്നം തീരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അമ്മയെന്ന് പറയണേ. അല്ല, ഇപ്പൊ എന്താ മോളെ പുതിയ പ്രശ്നം ഏതാന്ന് ചോദിക്കും. അതെ, ശരത്ത് സച്ചേന്റെ ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവിടെ അറിഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ ഞെട്ടി. എന്താ മോളെ നീ പറഞ്ഞേ? അതേമ്മേ, ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശരത്ത് അന്ന് ചെയ്ത ആ ഒരു പ്രവൃത്തി മൂലം തന്റെ മോളുടെ ജീവിതം വീണ്ടും അനിശ്ചിതത്തിലായല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു അവസ്ഥയിൽ ലക്ഷ്മിയമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. നാളെ ഉച്ചയ്ക്ക് 1-1:45 തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് എത്തും കേട്ടോ. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഇനി സച്ചി വന്നു കഴിയുമ്പോൾ എന്താ പറയുന്നതെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.